ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചുമയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചോദിച്ച ഡൗട്ട്സിനുള്ള മറുപടിയാണെന്ന് പറയുന്നത് അപർണയാണ്. ഹൈ മാം, എൻ്റെ മോന് 2 വയസ്സ് 2 മാസം. അവൻ എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മോഷൻ പോകുന്നത്. ഇങ്ങനെ ആയാൽ കഴിക്കുന്നതൊക്കെ ശരീരത്തിൽ പിടിക്കും. ഇവിടെ ഉള്ളവർ അവന് മോഷൻ പോയി കഴിഞ്ഞാൽ ഉടനെ കുട്ടിക്ക് വിശക്കും, ഫുഡ് കൊടുക്കാൻ പറയും. ബട്ട് അവൻ കഴിക്കില്ല. ഇങ്ങനെ ഫുഡ് കഴിച്ചത് മോഷൻ പോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ട് മോഷൻ പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിച്ച ഫുഡൊന്നുമല്ല അപ്പോൾ പോകുന്നത്. ഓൾറെഡി ഞാൻ എപ്പോഴും പറയാറില്ല, ഒരു റിഫ്ലക്സ് ഉണ്ട്. വയറിൽ ഫുഡ് എത്തുമ്പോൾ ഒരു ഞരമ്പുകൾ വഴി നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ മലം ഉള്ള സ്ഥലത്തേക്ക് ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉണ്ടാകുന്ന മലം പോകുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് വല്ല കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം തന്നെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ സ്റ്റൊമക്ക് അപ്പോഴും ഫുള്ളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തോളൂ. പിന്നെ ഈ ഫുഡൊക്കെ ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ, ഇപ്പോൾ പറഞ്ഞ വെയിറ്റ് കുറച്ചൊരു കുറവാണ് ഈ പ്രായത്തിന്, അയണും അങ്ങനത്തെ അടങ്ങിയ ബാക്കി മൾട്ടി വൈറ്റമിനൊക്കെ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി കൊടുത്താൽ നല്ലതായിരിക്കും. ദെൻ ജസീനയാണ്. താങ്ക് യു ഡോക്ടർ. അറിയാതെ പോയ ഒരുപാട് അറിവുകളാണ് ഡോക്ടർ ഈ ചാനലിലൂടെ ഞങ്ങൾക്ക് നൽകുന്നത്. സന്തോഷം. ദെൻ ശ്രീവിദ്യ എന്നുള്ള ഐഡിയ ആണ്. ഡോക്ടർ എങ്ങനെയാണ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ശീലിപ്പിക്കണ്ടേ? ജനിക്കുമ്പോൾ തൊട്ട് ബെഡിൽ കിടന്നിട്ട് തട്ടിക്കൊടുത്തുറക്കണോ? അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ തോന്നുന്നു അല്ലേ? സ്ലീപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അസീനയാണ്. പുളി ഉള്ള ഫ്രൂട്ട്സ് ബേബീസിന് ചുമ്മാ കഫക്കെട്ട് ഉണ്ടാക്കും. ഓറഞ്ച്, ഗ്രേപ്പ്, സ്ട്രോബെറി അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ചെറിയ പഴം കൊടുത്താൽ കഫക്കെട്ട്. ജനറലി ഫ്രൂട്ട്സിനൊന്നും അങ്ങനെ കഫക്കെട്ട് വരില്ല. പക്ഷേ ചില അലർജിക് പ്രോൺ ആയിട്ടുള്ള കുട്ടികൾ, അലർജി ഉള്ള കുട്ടികൾ തണുപ്പുള്ള സാധനങ്ങൾ തണുത്തത് കഴിക്കുമ്പോൾ അവർക്ക് അതിനോടുകൂടി ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാതെ ജനറലി എല്ലാവർക്കും ഇത് ബാധകമല്ല. പിന്നെ ഇമ്നി എന്നുള്ളൊരു ഐഡിയ ആണ്. താങ്ക് യു ഡോക്ടർ. ഹൈ. ദെൻ ബിൻസി. ഹൈ മാം, ക്യാൻ യു പ്ലീസ് പോസ്റ്റ് യു വീഡിയോ റിലേറ്റഡ് ടു ഹൈപ്പർപ്ലെക്സിയ ഇൻ ചിൽഡ്രൻ? ഓക്കെ. തീർച്ചയായിട്ടും കേട്ടോ. ഹൈപ്പർപ്ലെക്സിയ എന്നുള്ളതൊരു പെട്ടെന്ന് നമുക്കൊരു അപസ്മാരം പോലെ തോന്നുന്നതാണ്. അതായത് കുട്ടിയുടെ ചുണ്ടിലോ, നിങ്ങളിപ്പോൾ കാണുന്ന ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുഞ്ഞിൻ്റെ മൂക്കിലോ അല്ലെങ്കിൽ നെറ്റിയിലോ ഒക്കെ ഒന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനിങ്ങനെ ഭയങ്കര ഒരു മസിൽ കൺട്രാക്ഷൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണത്. അത് ഞരമ്പൊക്കെ ഓവർ ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ അവൈലബിൾ ആണ്. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ അതുള്ളവർ, ഇങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസമുള്ളവർ തീർച്ചയായിട്ടും നല്ലൊരു സെൻറ്ററിൽ, മെഡിക്കൽ കോളേജ് പോലെയോ അങ്ങനെ ഒരു നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ അത് കാണിക്കണം. അത് ഒരു പ്രത്യേക കണ്ടീഷനാണ്. ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷെ ചിലപ്പോൾ പലർക്കും ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല വീട്ടിലിരിക്കുന്നവർക്ക് കേട്ടോ. ദെൻ ഖദീജയാണ്. ഡോക്ടർ, കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ ഉടനെ തന്നെ മരുന്ന് കൊടുക്കേണ്ടതുണ്ടോ? എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? ഞാൻ പനീനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പനീൻ്റെ നിങ്ങൾക്ക് ആ കുഞ്ഞിന് തന്നെ എഴുതിയ പനിയുടെ മരുന്ന്, സാധാരണ പനിയുടെ മരുന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. കുഞ്ഞ് ആക്റ്റീവാണ്, കളിയും ചിരിയും ഒക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, 2 ദിവസം വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, പനി ഉണ്ടെങ്കിൽ തന്നെ കാണിക്കുന്നതാണ് നമുക്ക് സേഫ്. ദെൻ ഒരു യൂസർ എന്നുള്ള ഐഡിയിൽ നിന്നാണ്. താങ്ക്സ് ഡോക്ടർ. എന്ത് ചിന്തിച്ചാലും അപ്പോഴേക്കും ഡോക്ടർ വീഡിയോ ആയി എത്തും. എൻ്റെ 2 വയസ്സുള്ള മോൾക്ക് ചുമയും പനിയുമാണ്, ശ്രദ്ധിക്കും. ദെൻ പിന്നെ ഹിബ എന്നുള്ളതാണ്. വൈ നോ റിപ്ലൈ മാം? വിഷമിക്കേണ്ട, ഒരു വിഷമിക്കുന്ന ഇമോജിയുണ്ട്, വിഷമിക്കേണ്ട. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ എന്തുകൊണ്ടാണ് റിപ്ലൈസ് എല്ലാവർക്കും തരാൻ പറ്റാത്തത് എന്നുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അവരുടെ തന്നെ, ഹിബയുടെ തന്നെ ക്വസ്റ്റ്യൻ കേൾക്കാം കേട്ടോ. എൻ്റെ മോൾക്ക് 2 വയസ്സായി. അവൾ മിൽക്കപ്പോഴും ഫുഡ് കഴിക്കുന്ന ഇടയിൽ ഛർദ്ദിക്കും. അതിൽ തന്നെ കൂടുതലും മൂക്കിൽ കൂടിയാണ് ഛർദ്ദിക്കുന്നത്. മോൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ചരിച്ചിലും. ഞാൻ നേസൽ ആസ്പിരിൻ വെച്ചാണ് മൂക്കിൽ ഇതാക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറയാമോ? കറക്റ്റ് ഇങ്ങനെ ഇത്രയൊരു 2 സെൻറ്റൻസ് ഹിസ്റ്ററി അല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇത് മാത്രം പോരെ എനിക്കിത് എന്തുകൊണ്ടാണെന്ന് പറയണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വേണം. പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ചിലത് നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ചിലതൊക്കെ GR എന്നൊക്കെ ഉള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അത് പക്ഷേ അറിയണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻഫോർമേഷൻ നിങ്ങളുടെ കിട്ടിയാലേ എനിക്കിതിനെക്കുറിച്ച് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റും. എവിടെയാണ് ഹിബയുടെ സ്ഥലം? അതായത് നാട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ ഈസിലി ആയിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിന് പുറത്തും വേറെ കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ എൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചോളൂ. കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാലേ ഇതെന്താണെന്നുള്ളത് എനിക്ക് ഗൈഡ് ചെയ്യാൻ തരാൻ പറ്റുള്ളൂ.
ദെൻ രജിതയാണ്, എൻ്റെ മോൾക്ക് 1.5 വയസ്സായി, ആക്റ്റീവാണ്. ഞാനിപ്പോൾ ഓഫ് ചെയ്താലും അത് കറങ്ങി, അവൻ ഫാൻ അപ്പോൾ ഓഫ് ചെയ്ത് കറങ്ങി തീരുന്നവരെ നോക്കി നിൽക്കും. എത്ര കളിയിലാണെങ്കിലും അതുവരെ നോക്കിയിട്ട് പോകുള്ളൂ. അത് കണ്ടിട്ട് ചിലരൊക്കെ മൈൻഡ് ഡൈവേർട്ടായി പോകും എന്നൊക്കെ പറയുന്നു. കുഴപ്പമുണ്ടോ ഡോക്ടർ? 1.5 വയസ്സായി, മീൻസ് നമുക്ക് ആ ഫാനിനെ നോക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് കുഴപ്പമില്ല. കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെയുണ്ട്, ബാക്കി വളർച്ചാ ഘട്ടങ്ങൾ എങ്ങനെയുണ്ടെന്ന് കൂടി എനിക്കൊന്ന് അറിഞ്ഞാലേ ഇത് പറയാൻ പറ്റുള്ളൂ. 1.5 വയസ്സിലെ വാക്സിന് പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഒന്ന് പീഡിയാട്രിഷ്യൻ ഒന്ന് കാണിച്ചോളൂ, ഈ ഒരു ബുദ്ധിമുട്ട് പറയൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, ഒന്ന് എനിക്ക് മോനെ ഒന്ന് വീഡിയോ കോളിൽ കാണിച്ചു തന്നാൽ നമുക്ക് നോക്കിയിട്ട് എന്താ കാര്യമായിട്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റും. ദെൻ രാജ്മയാണ്, ഹൈ മാം, എൻ്റെ മോനും 1 വയസ്സായി, അവൻ ഒന്ന് പിടിച്ച് നിൽക്കാൻ തുടങ്ങിയത് മുതൽ തല ചുമരിൽ ഇടിക്കുന്നു. വേദനിക്കാൻ മാത്രമില്ല എങ്കിൽ എപ്പോഴും ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മേലിടിക്കും. ഇത് പേടിക്കേണ്ടതുണ്ട്, ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ? ജനറലി കുഴപ്പമില്ല, കുറുമ്പ് അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ നോർമൽ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതാക്കണ്ട. പിന്നെ വാശി കൂടുതലായിട്ട് ഒരു തുടങ്ങുന്ന സമയമാണെങ്കിൽ വാശിയെ അധികം വകവെച്ച് കൊടുക്കണ്ട. ദെൻ ഡിൻറ്റു ആണ്, എൻ്റെ മോന് 10 മാസമായി, ഞാനും മോനും മാത്രമേ പകൽ വീട്ടിലുണ്ടാവൂ. ഇടയ്ക്ക് ആയിട്ട് അവൻ ഞാൻ എങ്ങോട്ട് മാറിയാലും കരച്ചിലാണ്. കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാൽ ചവിട്ടി വന്ന് നിന്ന് കരച്ചിലാണ്. നോർമലാണ് കേട്ടോ, കുഞ്ഞല്ലേ, ഇതൊക്കെ നോർമലാണ് ഈ ഏജിൽ. അപ്പോൾ കുറച്ചുകൂടി ബാക്കി വീട്ടിലുള്ള എല്ലാവരും പുറത്ത് പോണതിന് മുന്നേ നമ്മുടെ എല്ലാ ജോലിയും പെട്ടെന്ന് തീർത്തിട്ട് കുഞ്ഞിൻ്റെ കൂടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതൊക്കെ അവരുടെ വളർച്ചയിൽ നല്ലൊരു വ്യത്യാസങ്ങൾ, നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തും. നമ്മളുടെ ആ കെയറും നമ്മുടെ സംസാരവും നമ്മുടെ പരിചരണവും ഒക്കെ അതിന് നല്ല വ്യത്യാസം വരുത്തും. ബ്രെയിൻ ഗ്രോത്ത് ചെയ്യുന്നത് മാക്സിമം 90% ഫസ്റ്റ് 3 ഇയേഴ്സിലാണ്. ആ 3 ഇയേഴ്സിൽ നിങ്ങൾ എങ്ങനെ കുഞ്ഞിനെ മോൾഡ് ചെയ്യുന്നോ അത് അവരെ പിന്നീടുള്ള കാലത്തേക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ദെൻ ജൂലിയാണ്, ഡോക്ടർ താങ്ക് യു ഫോർ വെരി യൂസ്ഫുൾ വീഡിയോസ്. ഹായ് ജൂലിയ, is dry cough really need medicine? My baby is 1 year 5 months. She is having dry cough at night from 2 to 3 days. ഡ്രൈ കഫ് എന്ന് പറഞ്ഞാൽ പല റീസൺ കൊണ്ടുണ്ടാവാം. ഞാൻ ഈ പറഞ്ഞ പോലെ കോൾഡ് കൊണ്ടുണ്ടാവാം, ലാരിങ്സ് നമ്മുടെ ഇവിടെ സ്വനപേടകം ഉണ്ടല്ലോ, ശബ്ദം ഉണ്ടാക്കണം, അതിൻ്റെ ചെറിയ ഇത് കൊണ്ടുണ്ടാകാം, താഴേക്കുള്ള ഭാഗങ്ങൾ ഡ്രൈ കഫ്. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ട് ചിലതിന് മാത്രം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, ചിലതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട. അപ്പം നമുക്ക് ഡ്രൈ കഫ് എന്നുള്ളത് മാത്രം ഒരു എന്താ പറയുക, ഒരു രോഗമല്ല, അതൊരു സിംറ്റമാണ്, ഒന്നിൻ്റെ ലക്ഷണമാണ്. അപ്പം അത് എന്തുകൊണ്ട് എന്നുള്ളത് ഡോക്ടേഴ്സിന് മനസ്സിലാവും, അപ്പോഴേ നമുക്ക് മെഡിസിൻ ചിലപ്പോൾ ആവശ്യം വരുള്ളൂ. ദെൻ കിഡ്സിനും ആൻറ്റി ഫംഗൽ ജിനിഷയാണ്, സോപ്പ് യൂസ് ചെയ്യാമോ? മോന് 2.5 വയസ്സായി, കയ്യിലും കാലിലും വൈറ്റ് സർക്കുലർ പാച്ച് ആൻഡ് ഇച്ചിന്. പീഡിയേഷന് കാണിച്ചപ്പോൾ ക്യാൻഡിൽ ക്രീം സജസ്റ്റ് ചെയ്തു, അതിൻ്റെ കോഡ് സോപ്പ് കൂടി യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പോൾ ജനറലി അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഫംഗൽ ഇൻഫെക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാം. ദെൻ അച്ചൂസ് എന്നുള്ള ID, മാം MR വാക്സിൻ എടുത്ത കുട്ടികൾക്ക് MMR കൂടി എടുക്കണോ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ MMR ഇല്ല എന്ന് പറഞ്ഞു. വേണം, ഇപ്പം മംസ് കൂടുതലാണ്, ഗവൺമെൻറ്റിൽ നമുക്ക് MMR ഇല്ല, MR മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു കഴിഞ്ഞ MR എപ്പോഴാണ് എടുത്തത് എന്നുള്ളത് എനിക്ക് സംശയത്തിന് മനസ്സിലാവുന്നില്ല. കുറച്ച് ദിവസങ്ങളായി എന്നുണ്ടെങ്കിൽ MMR എടുക്കുന്നതാണ് നല്ലത്. ദെൻ സിൻസിയാണ്, ഗുഡ് മെസ്സേജ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോത്തിനെ കുറിച്ച്. ഹായ് സിൻസി. ദെൻ അനു, മാം എൻ്റെ മോന് 5 വയസ്സുണ്ട്, അവൻ ഇടയ്ക്ക് നോസ് ബ്ലീഡിങ് വെരി ലൈറ്റായി വന്നു, ക്ലൈമറ്റ് ഹോട്ട് ആയതുകൊണ്ടാണോ? പിന്നെ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നോസ്ട്രിൽ മാത്രം സ്പോട്ടായി ബ്ലഡ് കണ്ടു, ഇത് എന്തുകൊണ്ടാണ്? റെമഡീസ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുണ്ടോ? മോൻ ഫുൾ ടൈം ഫാൻ ഇട്ടാണ് കിടക്കുന്നത്, ഉറങ്ങി എണീക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഡേ ടൈം അവൻ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും മോസ്റ്റ് കോമൺ റീസൺ നോസ് പിക്കിംഗ് ആണ്, മൂക്ക് തൊടുന്നതാണ്. കുട്ടികൾ തൊട്ട് കഴിഞ്ഞ് ചെറിയ മുറിവുണ്ടായിട്ട് വരുന്നത്. ജലദോഷമുള്ള കുട്ടികൾക്കും ഇതുവരെ വരാം, മൂക്ക് ഡ്രൈ ആവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫാൻ കുറേ നേരം ഇടുമ്പോൾ മൂക്ക് ഡ്രൈ ആവുന്നതിൻ്റെ ആയിരിക്കാം. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡിൻ്റെ കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അതാണ് എപ്പോഴും സേഫ്. അത് നോർമലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ദെൻ വിജിത, എൻ്റെ മോന് 6 months ആയി, മോന് ഇടയ്ക്ക് നേസൽ ബ്ലോക്ക്, കോഫ്, പനിയും വരുന്നുണ്ട്. ഇത് എന്തെങ്കിലും അലർജി പ്രോബ്ലം കൊണ്ടാണോ? നേസൽ ബ്ലോക്ക് ഉള്ളപ്പോൾ ഓറഞ്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളതാണ്. അലർജി പ്രോബ്ലം ആവാം, അലർജി പ്രോബ്ലം തന്നെ ആവണമെന്നില്ല, പല കാരണങ്ങളുണ്ട്. ഓറഞ്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ വിജിതയുടെ കുഞ്ഞിന് ഓറഞ്ച് കൊടുക്കുമ്പോൾ ഇത് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. അവനിതും ഓറഞ്ചും തമ്മിൽ വലിയ ബന്ധമൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല.
ദെൻ നൂർ സിയ ബീഗമാണ്. എൻ്റെ മോൾക്ക് പനിയും കഫക്കെട്ടും വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് റിപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്ലഡ് കൂടാനുള്ള മരുന്ന് കഴിക്കേണ്ടത്, പ്ലേറ്റ്ലെറ്റ് കൂടിയതുകൊണ്ട് പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു 3 റിപ്പോർട്ട്സ് മാത്രമായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. കുട്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കൂടി അറിഞ്ഞാലേ പേടിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഞാൻ പേടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങളെ പേടിപ്പിക്കുന്നതിലും കാര്യമില്ല, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് റീഅഷ്യൂർ ചെയ്യുന്നതിലും അർത്ഥമില്ല. ബിക്കോസ് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. നിങ്ങൾക്ക് മരുന്ന് എഴുതി തന്ന ഡോക്ടറെ അടുത്തൊന്ന് ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും മീഡിയേഴ്സിലൂടെ നമുക്ക് ചികിത്സ ചെയ്യുന്നത് ഒട്ടും ശരിയാവില്ല. ഓരോ കുട്ടികളും ഓരോ ടൈപ്പല്ല. അപ്പോൾ ആ കുട്ടിയുടെ കുറേ വിവരങ്ങൾ നമുക്കറിയണം, എന്നാലും നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഹംസയാണ്. ഡോക്ടർ, എൻ്റെ മോന് 2 വയസ്സായി. ഇനി പാൽ കുടിക്കുന്നത് എങ്ങനെയായാലും നിർത്തിക്കേണ്ടത്. അവനാണെങ്കിൽ പാൽ കുടിക്കാതെ ഉറങ്ങാറില്ല. എല്ലാവരും കയ്പുള്ള സാധനങ്ങളൊക്കെ തേക്കുന്നു. അങ്ങനെ ചെയ്യാൻ വിഷമമാവുന്നു. നമ്മൾ പാൽ കൂടി എങ്ങനെ നിർത്തണം എന്നുള്ള വീഡിയോ സെപ്പറേറ്റ് കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ നിർത്തണം, എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ രശ്മിയാണ്. മോൾക്ക് 11 മാസമായി. വെയിറ്റ് കുറവാണ്, 7 kg ഉള്ളൂ. ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡും ഇഷ്ടമാണ്, കുറേ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്, പക്ഷെ വെയിറ്റ് കൂടുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടും വളർച്ച നോർമലാണ്. ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ചില മിനറൽസിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ചില വൈറ്റമിൻസിൻ്റെ കുറവായിരിക്കാം. അതൊക്കെ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ശരീരത്തിൽ പിടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിക്കോളും. എന്തായാലും തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യനൊന്ന് കാണിച്ചോളും. ദെൻ അഫ്രിനാണ്. 7 വയസ്സിന് മോന് എല്ലാ ദിവസവും ജലദോഷമുണ്ട്, അതിനെന്താ ചെയ്യേണ്ടതെന്ന്. അലർജിക്കായിരിക്കാം, അലർജിക് റൈനൈറ്റിസ് എന്നുള്ളൊരു സംഭവം, അതാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് കുറച്ചുകൂടി കാര്യങ്ങൾ മോൻ്റെ അറിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. യൂസർ ഒരു ഐഡിയ ആണ്. എൻ്റെ മോൾക്ക് 11 months ആയി. മോൾ ആക്റ്റീവാണ്, പിടിച്ച് നടക്കും. ബർത്ത് വെയ്റ്റ് 3.6. ഇപ്പോൾ വെയിറ്റ് ഇല്ല. 11th 6.3. എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടാത്തത്? വെയിറ്റ് വെക്കാൻ എന്തൊക്കെ ഫുഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാനുള്ളത് ഫാറ്റ് അടങ്ങിയ ഫുഡ്, അതായത് നെയ്യ്, ഓയിൽ, ബട്ടർ, ചീസ്, അങ്ങനത്തെ സാധനങ്ങൾ. പ്രോട്ടീൻ, ഇപ്പോൾ എല്ലാ പയറുവർഗ്ഗങ്ങളും, മുട്ട, അങ്ങനത്തെ സാധനങ്ങളും ഉൾപ്പെടുത്തുക. പിന്നെ അയണൊക്കെ കുറവുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് കൊടുക്കേണ്ട അയൺ, സിങ്ക് മുതലായ വൈറ്റമിൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് എന്തായാലും വെയിറ്റ് കൂടും. പക്ഷെ ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട്, ഒരു ചാർട്ടായിട്ട് നമ്മൾ ചെയ്ത് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് കുട്ടി 2 മാസം കൊണ്ട് വെയിറ്റ് കൂടണം എന്നില്ല. ഒരു 6 മാസം കൊണ്ടെങ്കിലും 2 കിലോനെങ്കിലും കൂട്ടിക്കാനുള്ള രീതിയിലുള്ള ഒരു ഡയറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒരു റസിയാണ്. ചെവിയിലൂടെ കഫം വരുന്നു, എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ 4 വയസ്സാണ്. ചെവിയിലൂടെ കഫം വരിക എന്ന് പറഞ്ഞാൽ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരുന്നതാണ്. അത് വെറുതെ വിടരുത് എന്ന് വെച്ചാൽ സില്ലി ആയിട്ട് എടുക്കരുത്, കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെവിയുടെ പാടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം കേട്ടോ. പണ്ടത്തെ കാലം പോലെയല്ല. മീൻസ് കുട്ടികൾക്ക് കേൾവി ഒക്കെ കുറഞ്ഞ പല ജോലികളിലും അവരെ എടുക്കില്ല വലുതാവുമ്പോൾ. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോൾ നമ്മുടെ പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കാം. വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.